പരസ്യവും വിൽപ്പനയും മാത്രമായി. മരുന്ന് കഴിച്ചായിരുന്നോ അച്ഛാ? കഴിച്ചു. വന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മരുന്നാണ്. അതൊക്കെ ശരിയാണ് എന്ന് കരുതി ഓണക്കാലമാണ്, സദ്യയൊക്കെ കാണും. ഷുഗറും കൊളസ്ട്രോളും ഒന്നും കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ലേ അച്ഛാ? അതൊക്കെ ഒരു കാലം. ഇതൊക്കെ ഇനി പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കാലമൊക്കെ ഒത്തിരി മാറിപ്പോയി. Oh, such a pain wearing this sari. I wish I could wear something else. അമ്മേ ഇതൊക്കെ എങ്ങനെയാ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഒന്ന് അടങ്ങൂട്ടിയെ, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നിന്റെ കോളേജിലെ ഓണാഘോഷമല്ലേ? വർഷത്തിൽ ഒരിക്കലല്ലേ ഈ വേഷം കെട്ടേണ്ടതുള്ളൂ. പിന്നെ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇതൊരു ചൂടാ. ഞാൻ ശരിയാക്കി തരാത്. മോളെ, നമ്മുടെ നാടിന്റെ പഴയ രീതിയും സംസ്കാരവും ഒക്കെ ഒന്ന് ഓർമ്മിക്കണ്ടേ? ഒരു കേരള കൾച്ചർ. ഐ വിഷ് ഐ കുഡ് സ്റ്റഡി അബ്രോഡ്. ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ സ്റ്റക്കായിരിക്കുന്നത്. ബ്രോ, തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിൽ വരുന്ന സമയത്ത് ഫോണിൽ വിളിക്കരുതെന്ന്. ഒന്നാമത് റേഞ്ച് ഇല്ല, പിന്നെ റോമിങ് ഒടുക്കത്തെ ചാർജ്. നമ്മുടെ പാതാളത്തിലെ പോലെ ഒന്നുമല്ല, ഇവിടെ എല്ലാത്തിനും മുടിഞ്ഞ കത്തി. വർഷത്തിൽ 10 ദിവസമുള്ള എൻ്റെ സന്ദർശനം ഇപ്പോൾ തന്നെ സർക്കാരിന് കാശില്ല എന്ന് പറഞ്ഞ് ആകെ 4 ദിവസം മാത്രമേ എനിക്കിവിടെ അക്കോമഡേഷൻ കിട്ടുന്നുള്ളൂ. അതിനിടയിലാണ് തൻ്റെ ഒരു ഫോൺ. 4 ദിവസമോ? അപ്പൊ സാർ 7 ദിവസം ലീവാണ് എന്ന് പറഞ്ഞല്ലേ പോയത്? എടോ, 4 ദിവസം സർക്കാർ ചെലവ്, ബാക്കി 3 ദിവസം ഞാൻ കാക്കനാട് റെക്ക ക്ലബിൽ എൻ്റെ സ്വന്തം ചെലവിൽ നിൽക്കും. അതേടോ, തൃക്കാക്കരയുള്ള റെക്ക ക്ലബിൽ. എന്നെ വാമനം തേച്ചിട്ട് പോയ സ്ഥലമല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കാണുമല്ലോ. ഇത്ര പെട്ടെന്ന് മനസ്സിലായല്ലേ? അയ്യേ, ഇത് മാവേലി ഒന്നുമല്ല. മാവേലിക്ക് കൊടവയറും കൊമ്പം മീശയും ഒക്കെ ഉണ്ട്. അത് മാത്രമോ, നല്ല പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ അണിഞ്ഞു ഓലക്കുടയും ചൂടി വരുന്ന മഹാബലിയെ കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ്. സ്വർണം, കമോൺ ഗൈസ്, സ്വർണം ഇട്ടുകൊണ്ട് കേരളത്തിൽ കറങ്ങി നടക്കാനോ? പൊന്നെ, പാതാളത്തിലേക്ക് പോകാൻ ബാക്കി കാണും. അല്ലെങ്കിലും അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ അങ്കിൾ? കാലത്തിനനുസരിച്ച് ലുക്കും വേണം. ഇവിടെ നെറ്റ് സ്പീഡ് തീരെയില്ല, ഒന്നും ഡൗൺലോഡ് ആകുന്നില്ല. എന്റെ മാവേലി, കേരളത്തിൽ 3 Mbps സ്പീഡുണ്ട്. പാതാളം പോലൊന്നും അല്ല. ഇമേജ് ഒക്കെ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്? 3 Mbps? മോശം. പാതാളത്തിൽ 100 Gbps ആണ്. എമിലി ഇൻ പാരീസിന്റെ 10 എപ്പിസോഡാണ് 5 സെക്കൻഡിനുള്ളിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. പാതാളം ഇത്രയും ഡെവലപ്ഡ് ആണോ? പാതാളത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? നിങ്ങളെപ്പോലെ ഇപ്പോഴും ഈ ആനവണ്ടിയും തൂങ്ങി കുണ്ടും കുഴിയും ചേർന്ന് നടക്കുമല്ല. ഇത്രയും വിശാലമായ ആകാശം കിടക്കുമ്പോൾ എന്തിനാണ് റോഡ്? ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ പകുതിയിലധികവും ഈ റോഡിലെ കുണ്ടിലും കുഴിയിലും തീരുവ. വാ കാണാര, ഇതാരാ വന്നതെന്ന് നോക്ക്. ഇതിപ്പോ എന്താ, ഓണൊക്കെ ആയിട്ട് സിനിമ ഷൂട്ടിംഗ് വല്ലതും ആണോ? അല്ലടോ, ഇത് മാവേലിയാണ്, ന്യൂജൻ മാവേലി. ഹൈ ബ്രോ, വാട്സ്ആപ്പ്. വലിയ സെറ്റപ്പ് ആണല്ലേ മാവേലി. ഓണായിട്ട് ഇവിടെ എന്താ പരിപാടി? ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഔട്ടായി എന്ന് കേട്ടിട്ട് അതൊന്ന് വായിക്കാൻ വേണ്ടി വന്നതാ. ഈ മാവേലിന്റെ ഒരു കാര്യം. താൻ എവിടുത്തെ മലയാളിയാണ്? ഞാൻ കോഴിക്കോട് ചാത്തമംഗലം. ഓണമായിട്ട് മാവേലി കേരളത്തിൽ അല്ലാതെ വേറെ എവിടെ പോകാൻ? വർഷങ്ങളായിട്ട് അങ്ങനെയല്ലേ? നോക്ക്, ഞാൻ വന്ന പുഷ്പക വിമാനമാണ് ആ കിടക്കുന്നത്. കണ്ടില്ലേ? കണ്ടില്ലേ? ആൻഡ് ലുക്ക് അറ്റ് അവർ പാതാളം. മാവേലി, അവിടെ എനിക്ക് പറ്റിയ വല്ല യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഉണ്ടല്ലോ, നമ്മുടെ പുട്സിൽ ഒരു അഡ്മിഷൻ തരാൻ കുട്ടിക്ക്. പുട്ടല്ല, പഴം. പാതാളം യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്. പ്രപഞ്ചത്തിലെ ഏറ്റവും മികച്ച AI എഡ്യൂക്കേഷൻ. 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ്. അമ്മേ, ഞാനും പോവാ അദ്ദേഹത്തിന്റെ കൂടെ പാതാളത്തിലേക്ക്. എവിടെ പോകാനാ? കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുന്ന കുട്ടിയാ നീ, അത് മറക്കണ്ട.
അതിന് ഞാൻ അവിടെ പഠിക്കാനാ പോകുന്നേ, അല്ലാതെ മാവേലി കെട്ടാനൊന്നും അല്ല പോകുന്നേ. അല്ല മാവേലി, ഈ നാട്ടിലൊന്നും ഒരു ചെറുപ്പക്കാരെയും കാണാൻ കിട്ടുന്നില്ല. എല്ലാവരും വിദേശത്തേക്ക് പോവുക. ആർക്കും നാട് വേണ്ട. എല്ലാവരും ലണ്ടൻ, അമേരിക്ക, കാനഡ, അങ്ങനെ അങ്ങനെ ദൂരേക്ക് പോകുക. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ മാവേലി? ഞാൻ എന്ത് ചെയ്യാനാ അങ്കിൾ? എന്നെ പണ്ടൊന്ന് പറഞ്ഞു വിട്ടതാണ്. ഇപ്പോൾ പെർമിഷൻ വാങ്ങിയാണ് വരുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നമ്മൾ ജയിപ്പിച്ചിട്ട് വിട്ടവര് 5 കൊല്ലം കൂടുമ്പോഴാ വരാല്. മാവേലി ആണെങ്കിൽ എല്ലാ കൊല്ലത്തിലും വരലുണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മളെ മാവേലിനെ തന്നെ മുഖ്യമന്ത്രിയുടെ ആക്കിയാലോ? അത് കൊള്ളാം. അയ്യോ, ചതിക്കല്ലേ. പണ്ട് എനിക്ക് വാമനന്റെ ഒരു ചവിട്ടേ കിട്ടിയോ. മുഖ്യമന്ത്രിയാകാൻ പോയാൽ നാട്ടുകാരൊക്കെ കൂടി എന്നെ ചവിട്ടി പൂട്ടും. ആളെ ഇവിടെ സ്വാമി, ഞാൻ പോകുന്നു. ഹാപ്പി ഓണം. അയ്യോ അയ്യോ